നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ജൂലൈ മാസം പൂരാടം നക്ഷത്ര ജാതർക്ക് സാമാന്യം ഗുണകരമായാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക പിരിമുറുക്കങ്ങളെല്ലാം അകലുന്നതാണ് ഏറ്റവും പ്രധാനം. രോഗബാധകൾ ഉണ്ടായിരുന്നത് പരിപൂർണമായും ഭേദമാവുന്നതാണ്. നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. കായികമായി അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഏറെ പ്രയോജനമുണ്ടാവുന്ന മാസമാണിത്. ഇനി വീട്ടമ്മമാർക്കാണെങ്കിൽ കുടുംബസമാധാനം, സന്താനഭാഗ്യം, സന്താനങ്ങളിലൂടെ ഉണ്ടാകുന്ന സൗഖ്യം, ദാമ്പത്യ സൗഖ്യം എന്നിവ ലഭിക്കുന്നതാണ്. ഏതു വിഷയത്തിലും സംയമനത്തോടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു സമയമാണിത്. വിദേശത്ത് ജോലി, ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. കൂടാതെ രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ കർമ്മങ്ങളിലും പ്രശസ്തിയിലേക്ക് ഉയരാനധികം കാലതാമസം നേരിടുന്നില്ല. ഇനി സർക്കാർ ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ പരീക്ഷാവിജയം, കാര്യസാധ്യം എന്നിവയും ഫലാർഹം തന്നെയാണെന്ന് കാണുന്നു. പ്രണയകാര്യങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഫലങ്ങൾ ഉണ്ടാകുന്നതായും അവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതുമായിട്ടാണ് കാണുന്നത്. നാൽക്കാലികളിൽ നിന്നും കൃഷിയിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങളും ധനനേട്ടവും ലഭിക്കുന്ന മാസങ്ങളാണ്. എന്നാൽ അനാവശ്യമായ ഉത്കണ്ഠ, മാനസിക ക്ലേശങ്ങൾ, ജലം മൂലമുള്ള ദോഷങ്ങൾ എന്നിവയും ഉണ്ടാകാം. ചിലർക്ക് ശരീരം മെലിയൽ, നിദ്രാതടസ്സം, കഫസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിലും നിലവിലുള്ള ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നതും അഭികാമ്യമാണ്. ഇനി നിങ്ങളുടെ തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും മറ്റുള്ളവരുമായി, അടുത്തവരുമായോ ഉള്ള സാമ്പത്തിക ഇടപാടുകൾ കോടതിയിലെത്തുവാൻ അനുവദിക്കുവാൻ പാടില്ല. തന്മയത്വപരമായ, തികച്ചും സമാധാനപരമായ സമീപനമാണ് അഭിലഷണീയം. നിങ്ങളെ ജൂലൈ മാസാവസാനത്തോടെ ധനപരമായ ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ അലട്ടിയേക്കാമെങ്കിലും തികച്ചും താൽക്കാലികമായ അവയെല്ലാം തന്നെ താമസിയാതെ മാറുന്നതായി കാണുന്നുണ്ട്. കുടുംബസുഖം, ദാമ്പത്യസുഖം എന്നിവ അനുഭവപ്പെടുന്നു. എങ്കിലും ചില ആരോപണങ്ങൾക്ക് വിധേയരാവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നന്ന്. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ചിലരുമായുള്ള വിഷമതകളും ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ജോലിയോ ബിസിനസ് കർമ്മരംഗങ്ങളുമായോ ബന്ധപ്പെട്ടുള്ള വിദേശയാത്ര കാണുന്നു. ഇനി സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂല സമയം തന്നെയാണിത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ വളരെ നാളുകളായി മുടങ്ങിക്കിടന്ന ജോലിക്കയറ്റം സിദ്ധിക്കുന്നതാണ്. കൂടാതെ മേലധികാരികളുടെ പ്രീതിയും ആനുകൂല്യങ്ങളും ഫലാർഹം. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ വളരെ മികച്ച സമയമാണിത്. നിങ്ങൾ ദീർഘനാളായി കാത്തിരുന്ന സമ്പാദ്യം കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കുന്നതാണ്. നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കുവാനും ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുമുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതായും കൂടാതെ വാഹനങ്ങൾ മുഖേനയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതായും തെളിയുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വളരെ മികച്ച വിജയം നേടാനാവുന്നു. വീട്ടമ്മമാർക്ക് സന്താനങ്ങളുടെ ഉന്നതിയിൽ അഭിമാനിക്കാമെങ്കിലും അവരെക്കുറിച്ചുള്ള ആധിയും അനാവശ്യമായ ചിന്തകളും കാരണം ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. വ്യാപാരികൾക്കാകട്ടെ അപ്രതീക്ഷിത ലാഭം കൈവശം വന്നു ചേരുന്നതാണ്. വിവിധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാറ്റം, സമ്മാനങ്ങൾ, അവാർഡുകൾ എന്നിവ ഫലമാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിജയസാധ്യതയും കാണുന്നു.
എതിരാളികൾ നിഷ്പ്രഭരാകുന്നു. ഇനി കിടപ്പു രോഗികളോ അസുഖമുള്ളവരോ കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ രോഗശാന്തിയും മനോസുഖവും ലഭിക്കുന്നതായാണ് തെളിയുന്നത്. വിദേശത്ത് സ്ഥിരതാമസം നോക്കുന്നവരാണെങ്കിൽ വലിയ കാലതാമസം കൂടാതെ തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു. ഈ രാമായണ മാസാവസാനത്തോടെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വന്ന് ഭവിക്കുകയും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതും ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളിലൂടെ ഗുണഫലങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ച് പരിപാലിച്ച് സർവൈശ്വര്യങ്ങൾക്കും നിദാനമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നതായാണ് കാണുന്നത്. തുടർ ജീവിതയാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനായി ശ്രീരാമക്ഷേത്രം സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അതുപോലെ തന്നെ വിഘ്നേശ്വര ശാസ്താക്ഷേത്ര ദർശനവും ശിവഭജനം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവയും വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തമാക്കി തരുന്നു. കൂടാതെ സകല ഐശ്വര്യങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി രാമമന്ത്രം ഉരുവിടുന്നതും സാധിക്കുമെങ്കിൽ അതിരാവിലെയും സന്ധ്യാസമയത്തും ഗൃഹത്തിൽ ദീപം തെളിയിക്കുന്നതും കുടുംബാംഗങ്ങളോടൊത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഗുണഫലങ്ങൾ പ്രാപ്തമാകുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.